ശരിക്കും പറഞ്ഞാൽ ഒരാൾ മുങ്ങിത്താഴുന്നത് കണ്ടാൽ എല്ലാവർക്കും ഭയമാണ്. നീന്തൽ അറിയുന്നവർക്ക് പോലും എടുത്തു ചാടാൻ ഒരു ഭയം തോന്നും. എത്രമാത്രം ആഴമുണ്ടാകും, നീന്താൻ പറ്റുമോ, ഒരാളെ രക്ഷിക്കാനുള്ള കെൽപ്പ് നമുക്കുണ്ടോ, അങ്ങനെ പല അധികം ടെൻഷനുകളുണ്ടാകും. പഠിച്ച നീന്തൽ പോലും മറന്നു പോകും എന്നൊരവസ്ഥ നമ്മൾ കേട്ടിട്ടുണ്ട്. എന്നാൽ സ്വന്തം ജീവൻ പോലും മറന്ന് എങ്ങനെയെങ്കിലും കരയിൽ എത്തിക്കണമെന്നും ആ വീണയാളെ രക്ഷിക്കണമെന്നൊക്കെ ചിന്തിക്കാൻ മാത്രം കെൽപ്പുള്ള അധികമാരും ഇല്ല. എന്നാൽ അത്തരത്തിലൊരു വാർത്തയാണ് ഇപ്പോൾ കേൾക്കുന്നത്. മൂലമറ്റം വൈദ്യുതി നിലയത്തിൽ നിന്ന് പുറത്തേക്ക് ഒഴുകുന്ന വെള്ളത്തിന്റെ അളവ് കൂട്ടിയതിനെ തുടർന്ന് ജലനിരപ്പ് ഉയർന്ന മൂലമറ്റം ത്രിവേണി സംഗമത്തിൽ ഒഴുക്കിൽപ്പെട്ട ബാലനെ പ്രദേശവാസിയായ യുവാവ് വളരെയധികം സാഹസികമായി തൻ്റെ ജീവൻ പോലും നൽകാൻ തയ്യാറായി അതുപോലും ശ്രദ്ധിക്കാതെ രക്ഷപ്പെടുത്തിയതാണ് വാർത്തയായി മാറുന്നത്. വെള്ളത്തിൽ മുങ്ങിത്താഴ്ന്ന ആദി പി രതീഷ് എന്ന 14 വയസ്സുകാരനെ അയൽവാസിയായ അക്ഷയാണ് തുണയായി മാറിയത്. അക്ഷയ്ക്ക് 22 വയസ്സ് മാത്രമാണ് പ്രായം. ഇടുക്കിയിൽ മൂലമറ്റത്ത് സംഭവിച്ച് ഇതേ വാർത്ത വളരെയധികം തന്നെ എല്ലാവരുടെ മനസ്സ് കീഴ്പ്പെടുത്തുന്നു. തിരിച്ച് അക്ഷയ് എത്തുമ്പോൾ തന്നെ എല്ലാവരും കൈയടിക്കുകയായിരുന്നു. പ്രാർത്ഥിച്ചു തന്നെയാണ് എല്ലാവരും ഇരുന്നത്. പലയിടത്തും രക്ഷിക്കാൻ ഇറങ്ങിയവർ പോലും മരിച്ച വാർത്തകൾ നമ്മൾ കേട്ടിട്ടുണ്ട്. എന്നാൽ അതൊന്നും മനസ്സിൽ വയ്ക്കാതെ അവനവനെ രക്ഷിക്കാൻ പറ്റുമെന്ന് കരുതി തന്നെ എല്ലാവരും അത് കാത്തിരിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ആറ്റിനരികെയുള്ള പൊന്തക്കാട്ടിലൂടെ 1 കിലോമീറ്ററോളം ഓടി വെള്ളത്തിൽ ചാടി നീന്തി ചെന്ന് ആദിയെ തോളിലേറ്റി കരക്കെത്തിക്കുകയായിരുന്നു അക്ഷയ് ചെയ്തത്. വിവരമറിഞ്ഞ് മൂലമറ്റത്ത് നിന്ന് അഗ്നിരക്ഷാ സേനയും തൊടുപുഴയിൽ നിന്ന് സ്കൂബ ടീമും എത്തിയെങ്കിലും അതിനു മുൻപ് തന്നെ അക്ഷയ് ആദിയെ രക്ഷിച്ചിരുന്നു. മൂലമറ്റം സെയിൻറ്റ് ജോസഫ് സ്കൂളിലെ 7ാം ക്ലാസ് വിദ്യാർത്ഥിയാണ് ആദി. മൂലമറ്റത്ത് ആംബുലൻസ് ഡ്രൈവറായ താഴത്തുമനയ്ക്കൽ രതീഷിൻ്റെ മകനായ ആദി തിങ്കളാഴ്ച വൈകിട്ട് 5:50 ഒഴുക്കിൽപ്പെട്ടത്. പാലത്തിന് താഴത്തെ കടവിൽ അമ്മ ആയിഷയും സഹോദരൻ ആഷിഖിനൊപ്പം തന്നെ എത്തിയതായിരുന്നു. പെട്ടെന്ന് വെള്ളം ഉയർന്നു. ആദി കാൽവഴുതി ഒഴുക്കിൽപ്പെട്ടു. വീടിൻ്റെ തിണ്ണയിൽ ചായ കുടിച്ചിരിക്കുമ്പോഴാണ് അക്ഷയ് ത്രിവേണി സംഘത്തിൽ നിന്ന് കൂട്ട നിലവിളി കേട്ടത്. ഓടിത്തന്നെ എത്തുകയായിരുന്നു എന്താണ് സംഭവിച്ചതെന്ന് നോക്കാൻ. നോക്കിയപ്പോൾ ആറിന് നടുവിലൂടെ ഒരാൾ മുങ്ങിത്താഴ്ന്നു പോകുന്നത് കണ്ടു. തുടർന്നായിരുന്നു രക്ഷാപ്രവർത്തനം. അയൽവാസിയായ ബാലനെ രക്ഷിക്കാൻ കഴിഞ്ഞതിൻ്റെ ചാരിതാർത്ഥ്യത്തിലാണ് ഇപ്പോൾ. ഹോട്ടൽ മാനേജ്മെന്റ് വിദ്യാർത്ഥി കൂടിയാണ് അക്ഷയ്. ചീങ്കല്ലേൽ രാജീവിൻ്റെ മകനാണ് അക്ഷയ്. അമ്മ അനിത, സഹോദരൻ അഖിൽ രാജ്. പെട്ടെന്ന് എല്ലാവരും എടുത്തു ചാടണമെന്ന് കരുതുമെങ്കിലും അങ്ങനെ ചാടാനുള്ള ധൈര്യം പക്ഷേ എല്ലാവർക്കും ഉണ്ടാകണമെന്നില്ല. പക്ഷെ അത് അക്ഷയ്ക്കുണ്ടായി. അഗ്നിരക്ഷാ സേനയും അവിടെ എത്തിയവരെല്ലാവരും അക്ഷയെ പ്രശംസിച്ചു. ആ ഒരു സമയത്ത് ചാടാൻ കാണിച്ച മനസ്സുകൊണ്ട് തന്നെയാണ് ഇന്ന് ആ കുട്ടിയുടെ ജീവൻ രക്ഷിച്ചത്. അല്ലെങ്കിൽ നാട്ടുകാർക്കും എല്ലാവർക്കും ഒരു ദുഃഖവാർത്ത ഉണ്ടായേനെ. അങ്ങനെ ഒരു ദുഃഖവാർത്ത ഉണ്ടാവാതെ രക്ഷിച്ചു. അതുമാത്രമല്ല, സ്വയമുള്ള വിശ്വാസം, അതുപോലെ അക്ഷയും ജീവനോടെ തിരിച്ചു വരികയും ഒരു പ്രശ്നവുമില്ലാതെ രണ്ടുപേരും കരക്കെത്തിയപ്പോൾ നാട്ടുകാർ മുഴുവൻ തന്നെ സന്തോഷം കൊണ്ട് കണ്ണീരൊപ്പുകയും അതുപോലെ തന്നെ കൈയടിക്കുകയും ചെയ്തു. സിനിമ, ഫാഷൻ, ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ. ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽ ബട്ടണും അമർത്തുക.